ശ്രീ എം പ്രകാശൻ, ഇവിടെ ഇന്ന് ഈ കോടതി വിധിയെ CPM സംസ്ഥാന സെക്രട്ടറി സ്വാഗതം ചെയ്യുകയാണ്. സാർ, ഒരു ഏരിയ കമ്മിറ്റി അംഗം മരിച്ചുപോയി, അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെടാത്ത, അദ്ദേഹവും പ്രതിപ്പട്ടികയിൽ തന്നെ നിലനിൽക്കുന്ന, അദ്ദേഹം പിഴയടക്കണം എന്ന ശിക്ഷാവിധി നിലനിൽക്കുന്ന മറ്റൊരു ഏരിയ കമ്മിറ്റി അടക്കവും മറ്റൊരു ലോക്കൽ കമ്മിറ്റി അടക്കവും പുതിയതായി പ്രതി ചേർക്കപ്പെട്ട ഒരു കോടതി വിധിയെ എന്തർത്ഥത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറി സ്വാഗതം ചെയ്യുന്നു എന്ന പ്രതികരണം? ഇതിലെ CPM-ന് ഈ സംഭവത്തിൽ യാതൊരു പങ്കുമില്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായി ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റിനെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ പറയാൻ കഴിയുക. ഇതിൽ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ കേസിനകത്ത് ആദ്യഘട്ടത്തിൽ ഒരിക്കലും ഗൂഢാലോചന ഉണ്ടായിരുന്നില്ല. ഗൂഢാലോചന പിന്നീട് ചേർക്കപ്പെട്ട ഒന്നാണ്. അത് തന്നെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അന്നത്തെ ഗവൺമെൻറ് ഇത് കൈകാര്യം ചെയ്തത് എങ്ങനെയാണ്? പാർട്ടി നേതൃത്വത്തിന് തന്നെ ഇതിനകത്ത് പങ്കാളിത്തമുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് മോഹനം മാസ്റ്റർ അടക്കമുള്ള ആളുകൾ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഗവൺമെൻറ് സന്നദ്ധമായത്. അത് ശരിയല്ല എന്നുള്ളത് നേരത്തെ വിചാരണ കോടതിയുടെ വിധിയുടെ ഭാഗമായിട്ട് തന്നെ അങ്ങനെ ഒരു പങ്കാളിത്തം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കപ്പെടുകയുണ്ടായി. എന്നാൽ ഗൂഢാലോചന എന്ന് പറയുന്ന വാദം നിലനിന്നു. ഇന്നത്തെ കേസിനകത്ത് ഇപ്പോൾ KK രമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്തായിരുന്നു? മോഹനം മാസ്റ്റർ പ്രതികരിക്കണമെന്നാണ്. അതുവഴിയാണ് ലീഡർഷിപ്പിന് ഇതിനകത്തുള്ള പങ്കാളിത്തത്തെ വ്യക്തമാക്കാനാവുക എന്നുള്ളതിലേക്കാണല്ലോ അന്നത്തെ UDF-ൻ്റെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഈ കേസിനകത്ത് മറ്റ് അപ്പീൽ കൊടുത്തിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ആലോചിച്ചത്. ഈ കേസിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിധിന്യായം എന്താ? ഈ കേസിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിധിന്യായം ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്തൊരു നിലയിൽ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായിട്ട് കേസെടുക്കാൻ, വിചാരണ തുടരാൻ വേണ്ടിയിട്ട് ഈ കേസിനകത്ത് വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്താ? CPM-ൻ്റെ പ്രധാനപ്പെട്ട 3 നേതാക്കൾ പൂക്കടയിൽ ഇരുന്നിട്ട് ഈ പറയുന്ന ആളെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടെ ഗൂഢാലോചന നടത്തിയെന്നാണല്ലോ. ആ ഗൂഢാലോചന നടത്തിയിരിക്കുന്ന സംഭവം സംബന്ധിച്ച് യഥാർത്ഥത്തിൽ വന്നിരിക്കുന്ന കാര്യം വ്യാജമാണ് എന്ന കാര്യം നേരത്തെ ഉന്നയിക്കപ്പെട്ട കാര്യമാണ്. ആ ഉന്നയിക്കപ്പെട്ടപ്പോൾ വിചാരണ കോടതി അയാൾക്കെതിരെ പ്രോസിക്യൂഷൻ, DYSPക്കെതിരെ പ്രോസിക്യൂഷൻ വേണമെങ്കിൽ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയുടെ അനുവാദം വേണം എന്ന ഒരു നിലപാട് സ്വീകരിച്ചു. ഇപ്പോഴും ഇതിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷനും നേരത്തെ ഇവിടെ ഉന്നയിക്കപ്പെട്ട ഈ ഗൂഢാലോചന സംബന്ധിക്കുന്ന ഒരു വ്യാജമായിട്ടുള്ള പക്ഷേ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം KK കൃഷ്ണൻ, PK കുഞ്ഞനന്ദൻ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. കുഞ്ഞനന്ദൻ കുറ്റവാളിയല്ല, കോടതി പറഞ്ഞാലും കുറ്റവാളിയല്ല എന്ന നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് M പ്രകാശൻ. അപ്പോൾ KK കൃഷ്ണൻ കുറ്റവാളിയല്ല, കുന്നോത്തുപറമ്പ് അങ്ങയുടെ നാട്ടിലെ ലോക്കൽ കമ്മിറ്റിയാണ്, കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി ജ്യോതിബാബു കുറ്റവാളിയല്ല എന്ന നിലപാട് പാർട്ടി സ്വീകരിക്കുന്നുണ്ടോ? എൻ്റെ ചോദ്യം, ഒരു ഏരിയ കമ്മിറ്റി അംഗം, 2 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഒരാൾ മരിച്ചുപോയെങ്കിലും പ്രതിയാണ്, പ്രതിപ്പട്ടികയിലുണ്ട്. 2 ഏരിയ കമ്മിറ്റി അംഗവും ഒരു ലോക്കൽ കമ്മിറ്റി അംഗവും അടക്കം 4 CPM നേതാക്കൾ അവരുടെ ശിക്ഷ ശരിവെച്ച കോടതി വിധി പാർട്ടി സെക്രട്ടറി സ്വാഗതം ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ സമ്മതിക്കുകയാണോ അത്? 2 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ TP ചന്ദ്രശേഖര കൊലപാതകത്തിൽ പങ്കുകാരാണ്. അതാണ് ഇതില് ഇപ്പോൾ പ്രതികളായിട്ട് കോടതി വിധിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ അവർ സ്വാഭാവികമായിട്ടും ഈ കേസിനകത്ത് അപ്പീൽ പോയിട്ടുണ്ട്. ഇനിയും അപ്പീലിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അവരുടെ നിരപരാധിത്വം അവർക്ക് തെളിയിക്കാൻ ഇനിയും കോടതികളുണ്ട്. ഇതിൽ നിങ്ങൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, CPM ഈ കാര്യത്തിൽ എന്തോ ഗൂഢാലോചന നടത്തി ഇദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു. ഇതാണ് പ്രധാനപ്പെട്ട വ്യാജമാണെന്ന് വന്നിരിക്കുന്നു. ഇല്ല, CPM എന്ന് പറഞ്ഞാൽ അമൂർത്തമായ അന്തരീക്ഷം നിൽക്കുന്ന എന്തോ ആണോ? ഇപ്പൊ ലോക്കൽ കമ്മിറ്റികളാണ്, ഏരിയ കമ്മിറ്റികളാണ്, പാർട്ടി അംഗങ്ങളാണ്, ഇവരൊക്കെ ഇതിനൊക്കെ പാർട്ടി എന്ന് പറയുന്നത്. ആ പാർട്ടിയിൽപ്പെട്ട 2 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ഒരു ലോക്കൽ കമ്മിറ്റി അംഗം, അത് 2 ജില്ല. പിന്നെന്താണ് പാർട്ടി? അതിനെയാണോ പാർട്ടി എന്ന് പറയുക? സാർ, പിന്നെ എന്താണ് പാർട്ടി? അല്ല, പിന്നെ എന്തിനാണ് പാർട്ടി എന്ന് പറയുക? അല്ല, അങ്ങ് പറയും, പിന്നെ എന്താണ് പാർട്ടി? ഏതെങ്കിലും ഒരാൾ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ ഒരാൾ ഒരു മോഷണം നടത്തി, അത് ഉത്തരവാദി കോൺഗ്രസ് ആണെന്ന് പറയോ? കോൺഗ്രസിന്റെ ഒരാൾ കുടുംബ വഴക്കിൽ ഒരാളെ കൊന്നു, ഉത്തരവാദി കോൺഗ്രസ് ആണെന്ന് പറയോ? രാജ്യത്ത് ഒരുപാട് കൊലപാതകം നടക്കുന്നുണ്ട്. ഇവിടെ KK കൃഷ്ണൻ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമാണ്, കോഴിക്കോടാണ്. ഇവിടെ KK കൃഷ്ണൻ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമാണ്, കോഴിക്കോട്ടുകാരനാണ്. ജ്യോതിബാബു കണ്ണൂർ ജില്ലയിലുള്ള കുന്നത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗമാണ്. 2 ജില്ലയിൽപ്പെട്ട 2 ഘടകത്തിൽപ്പെട്ട സഖാക്കൾ എങ്ങനെയാണെന്ന് ഓരോ ഒഫൻസിലേക്ക് ഒത്തുചേരുക? അതെന്താ ഒരു സ്ഥലത്ത് ഒന്നിച്ചു പോകുന്ന ഒത്തുചേരുന്നതിൽ വല്ല പ്രയാസമുണ്ടോ? ഞങ്ങൾ പറയുന്നത് CPM ഒരു പാർട്ടി എന്നുള്ളതിൽ കോൺഗ്രസിന്റെ ലോക്കൽ കമ്മിറ്റിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഈ സംഭവം ആലോചിക്കപ്പെടുന്നത് ഇത് കോൺഗ്രസിന്റെയോ BJP-യുടെയോ ഏതെങ്കിലും കമ്മിറ്റിയുടെ കാര്യമല്ല. CPM-ന്റെ തന്നെ ഒഞ്ചിയത്തെയും CPM-ന്റെ തന്നെ കണ്ണൂരിലെയും 2 ഘടകത്തിൽപ്പെട്ട നേതാക്കൾ ഓരോ ഒഫൻസിന് വേണ്ടി ഒത്തുചേരുക എന്ന് പറഞ്ഞാൽ അല്ല, കോൺഗ്രസിന്റെ ആൾ കൊന്നാലും പ്രതിയാവില്ല അല്ലേ?
കോൺഗ്രസിന്റെ ആൾ കൊന്നാൽ കോൺഗ്രസ് ആണല്ലോ, അവർ പിന്നെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. CPM-ന്റെ ആൾ കൊന്നാൽ CPM കുറ്റപ്പെടുത്തണം, അങ്ങനെയാണോ? അപ്പൊ CPM-ന്റെ ആൾ കൊന്നാണെന്ന് പറയാണോ മാഷ്? CPM എന്നുള്ള നിലക്ക് ഞങ്ങൾ ആലോചിച്ച് CPM-ന്റെ ആളുകൾ ആലോചിച്ച് ഗൂഢാലോചന നടത്തിയിട്ട് ചന്ദ്രശേഖരനെ കൊന്നുവെന്നാണല്ലോ കേസ്. അത് വസ്തുതയല്ല നിന്ന് വിധിയിൽ വന്നിരിക്കുന്നു. എന്താ വന്നിരിക്കുന്ന കാര്യം? പൂക്കോടയിൽ വെച്ച് നടത്തിയിരിക്കുന്ന ഗൂഢാലോചനയാണല്ലോ കേസിനകത്ത് വന്നിരിക്കുന്ന സംഗതി. അത് വ്യാജമാണ് എന്ന് അസന്നിഗ്ധമായിട്ട് ഇപ്പോൾ കോടതി പറഞ്ഞു. എന്ന് മാത്രമല്ല, അതിന് വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള DYSP-ക്കെതിരെ വിചാരണ നടത്താവുന്നതാണെന്നല്ലേ കോടതി വിധി. അല്ല നടക്കട്ടെ, ഞാൻ പറഞ്ഞു പി മോഹനെ തെറ്റായി തെറ്റായി ഉൾപ്പെടുത്താൻ നീക്കം നടന്നുവെങ്കിൽ അതിന്റെ ഭാഗമായി ശിക്ഷ അന്വേഷണം നടക്കട്ടെ. സാർ ഇവിടെ പിന്നെ ആരാണ്? അല്ല, പി മോനെ പറ്റിയല്ലല്ലോ ഇന്നത്തെ വിധി. പി മോനെ പറ്റിയല്ല ഇന്നത്തെ വിധി. പൂക്കോടയിൽ നടത്തിയിരിക്കുന്ന ഗൂഢാലോചന കേസിൽ കള്ളസാക്ഷി ഉണ്ടാക്കിയിരിക്കുന്നത് അതെന്തെങ്കിലും കാണാതിരിക്കുന്നേ? അല്ല, ഞാൻ പറഞ്ഞു കുഞ്ഞനന്ദൻ നിരപരാധിയാണ് നിലപാട് സ്വീകരിച്ച പാർട്ടി, KK കൃഷ്ണൻ നിരപരാധിയാണ് നിലപാട് സ്വീകരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇപ്പോഴും വേണ്ടത് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇതാണ്. CPM പൂക്കൂടയിൽ നടത്തിയിട്ട് വെച്ച് ഗൂഢാലോചന നടത്തിയിട്ട് ചന്ദ്രശേഖരനെ കൊന്നു എന്നാണല്ലോ ഇക്കാലത്തിൽ നിങ്ങൾ പ്രചരിപ്പിച്ചത്. കേസിനകത്ത് വന്നിരിക്കുന്ന വിധി അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടില്ല. ആ ഗൂഢാലോചന നടന്നു എന്ന് പറയുന്ന സമയത്ത് 60 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കോടതിയിൽ ഈ പറയുന്ന DYSP-യും 8ാം പ്രതിയായിട്ടുള്ള ആളുമെല്ലാം നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗൂഢാലോചന എന്ന് പറയുന്ന കാര്യം ഉണ്ടായിട്ടില്ല. അത് വ്യാജമായി കെട്ടിച്ചമച്ചതാണ്. കെട്ടിച്ചമച്ച ആള് പോലീസാണ്. പോലീസിൽ ഉദ്യോഗസ്ഥൻ DVS. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ സമ്മതിക്കൂ. ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഒരു കേസിനകത്ത് ആ കേസിൽ തെളിവുണ്ടാക്കിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്യാം എന്ന് പറയുന്ന ഒരു വിധി ഇന്ത്യയിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? വിചാരണ ചെയ്യട്ടെ എന്ന് മാത്രമല്ല, അല്ല വിചാരണ ചെയ്യട്ടെ. അത്തരത്തിൽ തെറ്റായി മോഹന മാസ്റ്ററെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിൽ അതിന്റെ വിചാരണ നടക്കട്ടെ. CM പ്രകാശൻ, എന്റെ ചോദ്യം ഇവിടെ PK കുഞ്ഞനന്ദൻ കോടതി കുറ്റവാളി കണ്ടെത്തി, നിങ്ങൾ പറഞ്ഞു അദ്ദേഹം കുറ്റവാളിയല്ല എന്ന് പറഞ്ഞു അല്ലേ? അദ്ദേഹം പരോളിറങ്ങി ഏരിയ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു അല്ലേ? പിണറായി വിജയൻ ജയിലിൽ പോയപ്പോൾ അഭിവാദ്യം ചെയ്ത് പ്രത്യാഭിവാദ്യം ചെയ്തു അല്ലേ? അദ്ദേഹത്തിന്റെ മരണശേഷവും PK കുഞ്ഞനന്ദൻ നാട് കണ്ട ഏറ്റവും മികച്ച വ്യക്തിത്വമാണെന്ന് പിണറായി പറഞ്ഞു ഇല്ലേ? PK കുഞ്ഞനന്ദന്റെ മരണവാർഷികം അവിടെ സമുചിതം ആചരിക്കുന്നുണ്ട് CPM അല്ലേ? അപ്പോൾ അദ്ദേഹം നിരപരാധിയാണ് നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി. KK കൃഷ്ണൻ അതേ സ്റ്റാറ്റസിൽപ്പെട്ട ഏരിയ കമ്മിറ്റി അംഗമാണ്. നിരപരാധിയാണോ ശ്രീ M പ്രകാശൻ? അല്ല, ഇതില് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ ബോധപൂർവം ഇപ്പോൾ ആദ്യമേ കേസ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടില്ലല്ലോ. ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോഴാ രാഷ്ട്രീയമായിട്ട് UDF-ന്റെ ഗവൺമെന്റ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നു. ഇത് CPM-ന്റെ തലയിൽ കെട്ടിയേൽപ്പിക്കാൻ CPM നേതാക്കന്മാരെ അന്യായമായിട്ട് കേസിൽപ്പെടുത്തുന്നു. അതിനുവേണ്ടി ഇല്ലാത്ത ഗൂഢാലോചന കുറ്റം ചുമത്തുന്നു. ഇന്നത്തെ വിധിയിലെ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഗൂഢാലോചന കുറ്റം നിലനിൽക്കുന്നതല്ല, വ്യാജമായി ഉണ്ടാക്കിയ തെളിവാണ്. വേറെ ആരുമല്ല, പോലീസാണ്. അതൊരു ചെറിയ കാര്യമല്ലോ. അത് വലിയ കാര്യമാണ്. താങ്കൾ അത് വളരെ വ്യക്തമായി സവിസ്തരം പറയുകയും ചെയ്തു. പ്രധാനപ്പെട്ട വിധി അതാണ്. ശരി സാർ, താങ്കൾ സവിസ്തരം വളരെ വിശദമായി പറഞ്ഞു. ശരി, അത് മുഖവിലക്കെടുക്കുന്നു. പക്ഷെ എന്റെ ചോദ്യം എങ്ങനെയാണ്? PK കുഞ്ഞനന്ദൻ നിരപരാധിയാണെന്ന് പാർട്ടി നിലപാട് സ്വീകരിച്ചതുപോലെ നിങ്ങൾ പാർട്ടി അന്വേഷണം നടത്തിയാണോ കുഞ്ഞനന്ദൻ നിരപരാധിയാണെന്ന് പറഞ്ഞത്? M പ്രകാശൻ, അല്ല, ഇതില് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി അങ്ങനെ ഒരു ആലോചന നടത്തിയിട്ടില്ല എന്ന കാര്യം വ്യക്തമായ നിലക്ക് പറഞ്ഞല്ലോ. അല്ല, കുഞ്ഞനന്ദൻ ആ സംഭവത്തിൽ ഒരു പങ്കുമില്ല. ഇപ്പൊ മോഹന മാഷയുടെ കൂടെ ഞാൻ ചോദിക്കട്ടെ, കോടതി കണ്ടെത്തിയോ ഇല്ല? കോടതിയിൽ ഹാജരാക്കുന്ന തെളിവുകളെ വെച്ചുകൊണ്ടാണ് പിന്നെ വിധി ഉണ്ടാവുക. അല്ലാതെ എല്ലാ തെളിവും പരിശോധിച്ചിട്ടില്ല. കോടതിക്ക് എന്തേ പരിശോധിക്കാൻ കഴിയൂ? പ്രോസിക്യൂഷൻ തയ്യാറാക്കി ഹാജരാക്കുന്ന തെളിവുകൾ, ആ തെളിവ് വ്യാജമാണ് എന്ന് എന്താ വിധി പറഞ്ഞല്ലോ. അതിൽ ഗൂഢാലോചനയുമായി ഒഴിവാക്കണമെന്ന് ആവശ്യമുണ്ടായിരുന്നല്ലോ. വ്യാജമായി ഉണ്ടാക്കിയതാണ്. കുഞ്ഞനന്ദനെ ഒഴിവാക്കണം, അദ്ദേഹം മരിച്ചു, പിഴയടക്കണമെന്ന് ശിക്ഷാവിധിയുണ്ട്. അല്ല, പിഴയടക്കണമെന്ന് ശിക്ഷാവിധിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മരിച്ചത് കാരണം ഒഴിവാക്കണമെന്ന് ആവശ്യമുണ്ടായിരുന്നു. ഒഴിവാക്കിയിട്ടില്ല. പിഴയടക്കണം ഓൺ ദ ബിഹാഫ് ഓഫ് കുഞ്ഞനന്ദൻ. അതുകൊണ്ടെന്താ നിങ്ങള് ഈ കേസിനകത്ത് പിന്നെ ഈ ഒരു കോടതി വിധിച്ചു എന്നുള്ളത് കൊണ്ട് അവരെ പ്രതിയായിട്ട് അംഗീകരിക്കണം എന്ന് എന്ത് വ്യവസ്ഥയാ? കോടതി പ്രതിയായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. സ്വാഭാവികം നാട് പ്രതിയായിട്ട് കാണും. അതുകൊണ്ട് ഇല്ലാത്ത ഒരു സംഭവത്തില് അവർ പ്രതിയാണെന്ന് പറയാൻ വേണ്ടി കഴിയോ? മോഹൻ മാഷയുടെ കൂടെ ഈ പറയുന്ന കോടതി പ്രതിയാണെന്ന് പറഞ്ഞു, നാട് പ്രതിയാണെന്ന് പറഞ്ഞു, CPM പറയുന്നത് പ്രതിയല്ല. ശ്യാംപ്രകാശ് മാഷൻ കോടതി പ്രതിയാണെന്ന് പറഞ്ഞു, നാട് മുഴുവൻ പ്രതിയാണെന്ന് പറഞ്ഞു, CPM മാത്രം പറഞ്ഞു കുഞ്ഞനന്ദൻ പ്രതിയല്ല, നിരപരാധിയാണ്. അതെങ്ങനെയാണ്? നാടാണോ വിധി പ്രസ്താവിക്കുക? കോടതിയാണ്. കോടതിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന തെളിവുകൾ കോടതി പ്രതിയാണെന്ന് കണ്ടെത്തി. ഇന്നത് ശരിവെച്ചു. ഒരാൾക്ക് നിങ്ങൾ ജയിലിൽ പോയിട്ടുണ്ടോ? അല്ല, നിങ്ങൾ ജയിലിലുള്ള തടവുകാരെ കണ്ടിട്ടുണ്ടോ?
നിങ്ങൾക്ക് ചെന്നാൽ കാണാം അല്ല, ആ ചോദ്യത്തിന് പ്രസക്തി എന്താണ്? സംഭവത്തിനകത്ത് ഒരു പങ്കുമില്ലാത്ത എത്രയോ ആളുകൾ ജയിലിൽ കിടക്കുന്നു. താങ്കൾ തന്നെ പറഞ്ഞു പ്രതിയാണെന്ന് സ്വീകരിക്കുന്നത് ആരാണ്? അത് പ്രതിയാണെന്ന് പറയേണ്ടത് ആരാണ്? നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പ്രകാരം കോടതിയാണല്ലേ. അപ്പീൽ പോകാൻ അവകാശമുണ്ട്. അപ്പീൽ പോയി. കുഞ്ഞനന്ദൻ പ്രതി തന്നെയാണ് എന്ന് പറയുകയാണ് ഹൈക്കോടതി. അതുകൊണ്ട് അപ്പീൽ പോയി. അപ്പൊ കുഞ്ഞനന്ദൻ പ്രതി തന്നെയാണെന്ന് പറയാണ് ഹൈക്കോടതി. നാട് മൊത്തം പ്രതിയാണെന്ന് പറഞ്ഞാൽ CPM മാത്രം കുഞ്ഞനന്ദൻ പ്രതിയാവാതിരിക്കുന്നത് എങ്ങനെയാണ്? കെ കൃഷ്ണൻ പ്രതി അല്ല എന്ന് എം പ്രകാശ് പറയാത്ത എന്താണ്? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ. ഒരാൾ ചെയ്യാത്തൊരു കുറ്റത്തിന് കോടതി ശിക്ഷിച്ചിരുന്നുണ്ട്, അയാള് ഞാൻ തെറ്റ് ചെയ്തു സമ്മതിക്കണോ? അങ്ങനെ സമ്മതിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങളിപ്പോ ഒരു കുറ്റം ചെയ്തു എന്ന് കോടതി പറഞ്ഞു, കോടതിയുടെ മുമ്പിൽ നിന്ന് തെളിവ് വെച്ചു. നിങ്ങൾക്കറിയാം നിങ്ങൾ കുറ്റക്കാരനല്ല, നിങ്ങൾ കുറ്റം ചെയ്ത് സമ്മതിക്കണം. അതിപ്പോ ഗോവിന്ദചാമിക്കും പറയുന്നത് ഗോവിന്ദചാമി ഇപ്പോഴും അയാൾ തെറ്റ് സംഭവിച്ചിട്ടില്ല. ഗോവിന്ദചാമിക്ക് ഇപ്പോഴും പറയാൻ ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന്. അതെല്ലാവർക്കും പറയാവുന്നതല്ലേ? ഏതെങ്കിലും കുറ്റവാളികൾ സമ്മതിക്കും ഞാൻ കുറ്റം ചെയ്തെന്ന് പറയാമോ? ഗോവിന്ദചാമിയോടാണ് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ ഉപയോഗിക്കുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കൊലപാതക കേസിലെ പ്രതിയാണ് ഗോവിന്ദചാമിയോടാണ് രാഷ്ട്രീയ പ്രവർത്തകർ. കൊലപാതക കേസിലെ പ്രതിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ കൊലപാതക കേസിലെ പ്രതിയാണ് ഞാൻ ഉപയോഗിച്ചത്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തില് പങ്കെടുത്തുള്ള നിരവധി ആളുകൾ കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. അവരെല്ലാം പ്രതിയാണ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളാണോ കുഞ്ഞനന്ദൻ? അതാ പറഞ്ഞത്. ഒരാള് സാർ കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്ന കേസിലെ പ്രതിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്ന കേസിലെ പ്രതിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്ന കേസിലെ പ്രതിയാണ്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്ന കേസിലെ ഈ കേരളത്തില് പിന്നെ കരുണാകരൻ കൊലക്കേസ് പ്രതിയായിരുന്നില്ലേ? ആയിരുന്നോ? കേരളത്തിലെ പഴയ ഇലക്ട്രിസിറ്റി മന്ത്രി കൊലക്കേസ് പ്രതിയായിരുന്നില്ലേ? ആയിരുന്നോ? നിങ്ങൾക്കറിയോ? കോടതികൾ വിട്ടതാണ്. നിങ്ങൾ കാണേണ്ടത് കോടതികൾ മുന്നിൽ വരുന്ന തെളിവുകൾ വെച്ചുകൊണ്ട്. ഞാനിതാ പറഞ്ഞത്. രാഹുൽ അപ്പീലുണ്ട്. അതെ, അല്ല രാഹുൽ അപ്പീലുണ്ട്. ഇനി അപ്പീലുണ്ട്.